നമസ്കാരം. ലഹരിക്കെതിരെ സമൂഹ മനസ്സാക്ഷി ഉണർത്തി വ്യാപാരി സമൂഹം. എടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നവ്യാനുഭവമായി. സമൂഹത്തിൽ ലഹരി ഉൾപ്പെടെയുള്ള ജീർണതകൾക്കെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധവേദിയായി ഇത് മാറി. എടത്തല രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി PV ശ്രീനിജൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ MM അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി MM അൽത്താഫ് സ്വാഗതം ആശംസിച്ചു. അങ്കമാലി ഭദ്രാസനാധിപൻ യൂഹാനോന്മാർ പോളികോർപ്പോ മെത്രോപൊലിത്ത, യാക്കോബായ സഭാ സെക്രട്ടറി ജേക്കബ് C മാത്യു, ശരീഅത്ത് അക്കാദമി ചെയർമാൻ മൗലവി അബ്ദുസലാം ഓണംപള്ളി, അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, ചേംബർ രക്ഷാധികാരി ബോബൻ മാളിയേക്കൽ, CPIM കോലഞ്ചേരി ഏരിയ സെക്രട്ടറി KK ഏലിയാസ്, എടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ലജി രാജേഷ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KM ഷംസുദ്ദീൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൗൺസിൽ അംഗം K രവിക്കുട്ടൻ, സേവന ലൈബ്രറി പ്രസിഡന്റ് PC ഉണ്ണി, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ KS ഇബ്രാഹിം ലഹരി വിരുദ്ധ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ITC പെരിങ്ങാല പ്രിൻസിപ്പൽ അംഹർ MM ഇഫ്താർ സന്ദേശം നൽകി. ചേംബർ രക്ഷാധികാരി ഹുസൈൻ കുന്നുകര നന്ദി പ്രകാശിപ്പിച്ചു. ചില ക്യാമ്പസുകളിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നൊക്കെ പിടിച്ചതിൻ്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കും. എനിക്കുകൊണ്ട് മലയാളികളൊന്ന് പുനർചിന്തനം നടത്തേണ്ട ഒരു ആവശ്യമായെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ലഹരി എന്നുള്ളത് പലപ്പോഴും നമ്മൾ നേരത്തെ വന്ന കാലഘട്ടം അല്ല. ഇത് ഞാനിത് പറയാൻ കാരണം നേരത്തെ ഇപ്പോൾ സ്വാമിജി സൂചിപ്പിച്ച പോലെ ഒരു കാലത്ത് മലയാളികളുടെ ലഹരി എന്ന് പറയുന്നത് നമ്മൾ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളായിരുന്നു. നമ്മൾ ആ കള്ള് ഗ്ലാസ് നിറച്ച് കുടിച്ച് ശീലമുള്ള മലയാളികളായിരുന്നു. സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്നിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ലഹരിയെക്കുറിച്ചാണ്. ഞാൻ ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നാണ് വരുന്നത്. ശ്രീനാരായണ ഗുരുദേവന് സംസ്ഥാപിതമായിട്ടുള്ളതാണ് അദ്വൈതാശ്രമം. ശ്രീനാരായണ ഗുരു ഏറ്റവും ശക്തമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജാതിയുടെ കാര്യത്തിലാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് ഗുരു പറയുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ ശക്തമായി പറഞ്ഞതാണ് മദ്യം അത് വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നുള്ളത്. മദ്യപാനം മൂലം സംഭവിക്കുന്ന വിപത്തുകളെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവൻ അക്കാലത്ത് തന്നെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ദ്രാവക രൂപത്തിൽ മാത്രമല്ല മറ്റു പല രൂപങ്ങളിലും ലഹരി നമ്മുടെ പുതിയ തലമുറയിലേക്ക് അതിശക്തമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിഹാരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു നോമ്പിൻ്റെ ഇഫ്താർ കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഇഫ്താർ സന്ദേശത്തോട് വരുന്ന അതിൽ കിടക്കുന്നില്ല. ഒരു നിയന്ത്രണം, ആത്മനിയന്ത്രണത്തിന് വേണ്ടിയാണ് നോമ്പും ഒക്കെ ഉണ്ടായത്. ഇതിന് പരിഹാരം നമുക്ക് ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമില്ലാത്തവരാണോ? വിദ്യാഭ്യാസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഇത് പിടിക്കുന്നത് മതബോധം ഇല്ലാത്തതാണെന്ന് ഞങ്ങളൊക്കെ പറയും. പക്ഷേ മതബോധമുള്ള ആളുകളും മതവിദ്യ പഠിച്ചവരും മതപുരോഹിതന്മാരടക്കം ചിലപ്പോൾ പിടിക്കപ്പെടുന്നില്ലേ? ആദ്യമായിട്ട് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഈ സംഘടനയുടെ തുടക്കം 2 മാസമേ ആയുള്ളൂ എന്ന്. ഈ 2 മാസമായതിനുള്ളിൽ തന്നെ ഇത് രണ്ടാമത്തെ വളരെ പ്രാധാന്യമറിയിക്കുന്ന യോഗം കൂടിയാണ്. 2 മാസത്തിനകം 2 പരിപാടി ആസൂത്രണം ചെയ്യുവാൻ കഴിഞ്ഞ ഇതിൻ്റെ പ്രവർത്തകരെ, ഇതിൻ്റെ ചുമതലക്കാരെ, ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാൻ ചെയ്യുന്നു. സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുണ്ടാക്കിയും അത് മൗനമായ അവസ്ഥയിൽ ഇരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി
സമൂഹത്തിന് വേണ്ടതായ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും അനുഗ്രഹീതമായ കാര്യം. പറഞ്ഞു അത് ചാരിറ്റി പ്രവർത്തനത്തിന് തന്നെ മുൻതൂക്കം കൊടുത്തു. 2ാം മാസത്തിൽ കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്. സർക്കാർ അംഗീകൃത ഹാൾമാർക്കോടെ വിൽപ്പന നടത്തുന്ന സ്വർണം വെള്ളി ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും 30 വെള്ളയിൽ ജ്വല്ലേഴ്സ്.